നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ അവസാനിച്ചു. ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളാണ്. മത്സരങ്ങളുടെ സമയക്രമവും മറ്റുമൊക്കെ തീരുമാനമായി കഴിഞ്ഞു. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നു. ആർക്കാണ് സാധ്യത എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നു. ആദ്യ മത്സരം ഇന്ന് കളിയില്ല, കാര്യം ശ്രദ്ധിക്കുക. നാളെയാണ് കളി. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ നമുക്കത് വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30. നാളെ രാത്രിയാണ് അവിടെ കളി. പക്ഷേ നമുക്ക് വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഫ്രാൻസും മൊറോക്കോയും തമ്മിലുള്ളൊരു പോരാട്ടം. ഒരു സംശയവും വേണ്ട, ഒരു സൂപ്പർ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. മൊറോക്കോയുടെ ടീമിൻ്റെ കപ്പാസിറ്റി നമുക്കറിയാവുന്നതാണ്. ഫ്രാൻസിനെ കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതിനായിട്ടുള്ള കാനഡയെ 3-0 പരാജയപ്പെടുത്തിയിട്ടാണ് മൊറോക്കോ മുന്നോട്ട് വന്നതെങ്കിൽ പരാഗ്വേയുടെ അതിശക്തമായിട്ടുള്ള ഡിഫെൻസീവ് ടാക്ടിക്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മറികടന്നാണ് ഫ്രാൻസ് മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും ഇതിൽ മുൻതൂക്കം ആർക്കാണെന്ന് വെച്ചാൽ ഫ്രാൻസിനാണെന്ന് തന്നെ പറയും. ഫ്രാൻസ് മുന്നോട്ട് കയറാനാണ് കൂടുതൽ സാധ്യത. പിന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു മാച്ചാണ്. ഒരു 60-40 ചാൻസിൽ നടക്കുന്ന കളി എന്നാണ് ഞാൻ പറയുക. 60% ഫ്രാൻസിനാണ്. ദെൻ സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ഈ കളി നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ശനിയാഴ്ച പുലർച്ചെ 12:30 ഈ കളി നടക്കുക. ഇതൊരു വല്ലാത്ത പോരാട്ടം തന്നെയായിരിക്കും. സ്പെയിൻ എന്തായാലും നല്ല ഫോമിൽ നിൽക്കുന്ന ടീമാണ്. കഴിഞ്ഞ കളിയിൽ അവർ പോർച്ചുഗലിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് അവസാന നിമിഷമാണ് വിജയിച്ചത് എന്നുള്ളത് മറക്കുന്നില്ല. എന്നാൽ പോലും അവരുടെ കപ്പാസിറ്റി നമുക്കറിയാം. അതേസമയം ബെൽജിയം ആവട്ടെ ഓരോ കളി കഴിയുമ്പോഴും കൂടുതൽ മികവിലേക്ക് പോകുന്ന ഒരു കാഴ്ച. USA തീർത്തു, 4-1 തീർത്തിട്ടാണ് അവർ വരുന്നത്. എന്തായാലും മുൻതൂക്കം സ്പെയിന് തന്നെയാണ്. പക്ഷേ ബെൽജിയത്തിന് നിലവിലെ ഈ ഒരു ഇവോൾവിങ് കാണുമ്പോൾ എന്തും സംഭവിക്കാം എന്ന് തന്നെ പറയേണ്ടി വരും. സോ സ്പെയിൻ വേഴ്സസ് ബെൽജിയം പോരാട്ടത്തിൽ മുൻതൂക്കം സ്പെയിനാണ്. ഞാനൊരു 70-30 സാധ്യതയാണ് കാണുന്നത്. സ്പെയിനിന് 70% സാധ്യതയും ബെൽജിയത്തിന് 30% സാധ്യതയും കാണുന്നു. നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരം. ഇത് നടക്കുന്നത് ശനിയാഴ്ചയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 2:30, ജൂലൈ 12 പുലർച്ചെ 2:30 നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടമുള്ളത്. അതൊരു സൂപ്പർ പോരാട്ടമായിരിക്കും എന്ന് തന്നെ കരുതാം. കാരണം നോർവേ ബ്രസീലിനെതിരെ നടത്തിയിട്ടുള്ള മാന്ത്രിക പ്രകടനം നമ്മൾ കണ്ടതാണ്. ഹാലൻഡിൻ്റെ കിടിലൻ ഫോം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെ ഈ വേൾഡ് കപ്പിൻ്റെ ഹോട്ട് ഫേവററ്റുകളുടെ കൂട്ടത്തിൽപ്പെടുത്തുന്ന ടീമാണ്. മെക്സിക്കോക്കെതിരെ വല്ലാത്തൊരു പോരാട്ടം കടന്ന് 3-2 വിജയിച്ച് വരികയാണ്. ഏതായാലും ഇതിലെ സാധ്യത ഇംഗ്ലണ്ടിന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 70-30 സാധ്യത ഇംഗ്ലണ്ടിന് കാണുന്നു. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് പോരാട്ടമാണ് അടുത്തത്. ഇതും ഞായറാഴ്ച രാവിലെ 6:30, അതായത് ജൂലൈ 12 രാവിലെ 6:30 ഈ കളി നടക്കുക. സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കൊളംബിയ മറികടന്നിട്ടാണ് അവർ വരുന്നതെങ്കിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം 2-3 വിജയമാണ് അവർ ഈജിപ്തിനെതിരെ നേടിയത്. അവസാനത്തെ ഒരു 10-11 മിനിറ്റിൽ നടത്തിയിട്ടുള്ള കംബാക്കാണ് അർജന്റീനയ്ക്ക് ഈ ക്വാർട്ടർ ഫൈനൽ സ്ഥാനം ഉറപ്പാക്കി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സാധ്യത ഞാൻ അർജന്റീനയ്ക്ക് കാണുന്നു. ഒരു 70-30 സാധ്യത തന്നെയാണ് അവിടെയും കാണുന്നത്. അർജന്റീനയ്ക്ക് തന്നെയാണ് മൃഗീയമായിട്ടുള്ള സാധ്യതയുള്ളത്. എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായിട്ട് ഒരുങ്ങുന്നത് കളിക്കളത്തിൽ മെസ്സി ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹീ ഈസ് എ മജീഷ്യൻ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.